നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൻ്റെയും കൂടെ ഒരു അറിവായിരുന്നു എൻ്റെ ഈ അപകടത്തിൻ്റെ ഔട്ട്കം. ഒന്ന്, നമ്മൾ ആ ഇടി നടന്ന സമയത്ത് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കുക, വാഹനത്തിൻ്റെ ഏത് ഭാഗമാണ് നമ്മളെ ഇടിച്ച അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, നമ്മുടെ വാഹനത്തിൻ്റെ ഫോട്ടോ ആസ് മച്ച് ആസ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഒരു ബേസിക്കായിട്ട് എന്തൊക്കെ ഇതിനകത്ത് ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓവറോൾ നോക്കണം. ഇല്ല എങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ സർവീസ് സെൻറ്ററിന് അയച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കുക എന്തൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റം തരും. ആ ലിസ്റ്റ് മുഴുവൻ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അത് എഴുതേണ്ടി വരും. എന്നെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. അതിനകത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നതിന് മുമ്പ് നമ്മളെ ഇടിച്ച വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ്, വാഹനത്തിൻ്റെ പേപ്പർ അദ്ദേഹം തരുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യുക. ആ പോലീസുകാർ വന്നിട്ട് ആ ലൊക്കേഷൻ വന്നിട്ട് നമ്മളെ വെരിഫൈ ചെയ്യും. എന്നിട്ട് അവർ പൊയ്ക്കോളാൻ പറയും. കേസ് ഉണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യും. കേസില്ല, എനിക്ക് ഇൻഷുറൻസ് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വാഹനം അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം. എന്നിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രയിൽ നെക്സ്റ്റ് ഡേയിൽ പോയിട്ട് അവിടെ അതിനൊരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യണം. അപ്പോൾ അക്ഷയ കേന്ദ്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നടന്ന സ്ഥലം, ഡ്രൈവറുടെ പേര്, ഡ്രൈവറുടെ ലൈസൻസ്, എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത ഫോട്ടോസ് ആയത് അവിടെ അപ്ലോഡ് ചെയ്ത് നമ്മൾ പോലീസ് പോർട്ടലിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന് GD&T കൺഫർമേഷൻ കിട്ടും. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ വിളിച്ച് നമ്മൾ അറിയിക്കണം, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടേതായ ഒരു സീറ്റ് ടൈം എടുക്കും. 2 ദിവസം 3 ദിവസത്തിന് ശേഷം അവർ അപ്രൂവ് ചെയ്യുന്ന ആ GD&T ആണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കണക്ക് പ്രകാരം 57% പേർക്കും റോഡിലെ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. എത്ര റേറ്റിംഗ് ഉള്ള വണ്ടിയാണെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും. അപ്പം കോശിച്ചായൻ കൃത്യമായിട്ട് ഇൻഷുറൻസ് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്തു? ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സഹകരണം എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ ഇൻഷുറൻസ് എക്സ്പയർ ആകുന്നത് ഈ അപകടത്തിന് 10 ദിവസത്തിനുള്ളിലാണ് അടുത്ത എക്സ്പയർ ആകുന്നത്. ഇപ്പോൾ 10 ദിവസം മുമ്പാണ് എൻ്റെ അപകടം നടന്നത്. അപ്പം ഞാനെടുത്ത ഇൻഷുറൻസ് കമ്പനിയുടെ പേര് ഇഫ്കോ എന്ന് പറയുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ് ഞാൻ എടുത്തത്. ഞാനൊന്നും അറിഞ്ഞില്ല. കാര്യം ഞാനത് ഇൻഷുറൻസ് അവിടെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ വയലാട്ടായിരുന്നു ഞങ്ങളുടെ ഏജൻസി, വയലാട്ട് മഹീന്ദ്ര. അവിടെ ഞങ്ങൾ വാഹനം കൊണ്ട് എത്തിക്കുകയും ടോ ചെയ്യുന്നതിൻ്റെ വരെ നമുക്ക് പൈസ കിട്ടും. ടോ ചെയ്യുന്നതിന് 1500 ഉള്ളൂ, പക്ഷേ 7000 രൂപ നമ്മൾ കൊടുക്കണം. 1500 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം ആ റെസീപ്റ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ കൊടുത്തതിന് ശേഷം അവരാണ് ബാക്കി പ്രോസസ്സ് എല്ലാം കൃത്യമായി ചെയ്യുന്നത്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം അഴിഞ്ഞു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം അപ്രൂവലായിട്ട് എനിക്ക് അവർ അപ്ഡേറ്റ് തരും. അപ്പോൾ അവരൊരു നല്ല കാര്യം വയലാട്ട് മഹീന്ദ്ര ചെയ്യുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ബോഡി ഷോപ്പ്, എൻജിൻ പാർട്ട് എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഘട്ടം വണ്ടി എവിടെയായി, എന്ത് പണിയായി, അതിൻ്റെ ഫോട്ടോസ് വീക്ക്ലി അവരെനിക്ക് അപ്ഡേറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കണം. നല്ലൊരു സിസ്റ്റമായിരുന്നു അവരത് ഫോളോ ചെയ്തത്. ഐ തിങ്ക് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കോശിച്ചായൻ പറഞ്ഞ ഈ ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡിൽ വിശ്വസിച്ചു. അപ്പോൾ ഒരു ഇന്ത്യയിലെ വയലാട്ട് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ഡീലറുടെ ഒരു സഹകരണം, അതോടൊപ്പം ഇതിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു അപ്ഡേഷനും ഒക്കെ തന്നെ നമ്മൾ ഒരു വിദേശ ബ്രാൻഡിനെയാണ് ഇത്തരത്തിൽ നമ്മൾ വിശ്വസിച്ച് ഒരു വാഹനം എടുക്കുകയും അവരുടെ സർവീസും അല്ലെങ്കിൽ അവരുടെ ഷോറൂമുകളുടെ ബാക്കിയുള്ള നെറ്റ്വർക്കും ഒക്കെ ഇത്രയും ആപ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വാഹനം ഇന്ന് ഈ കണ്ടീഷനിൽ ഇറങ്ങത്തില്ല. അപ്പോൾ നമ്മളൊരു മഹീന്ദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വാഹന ബ്രാൻഡിൻ്റെ വിശ്വാസ്യത, അവരുടെ ഒരു സർവീസ് അല്ലേ, അവരുടെ ഒരു നെറ്റ്വർക്ക്, അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മിസ്റ്റർ ആനന്ദ് മഹീന്ദ്ര അക്സസബിൾ ആണ് കോമൺ മാൻ. ഞാൻ നാളെ ഒരു ട്വീറ്റ് ചെയ്താൽ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ റെസ്പോൺസ് വരും. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജോ ഇൻസ്റ്റാഗ്രാമിലോ ട്വീറ്റിലോ അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഈ ഒരു വാഹനം എനിക്ക് എന്ത് പറ്റിയാലും വയലാട്ടുകാർ എനിക്ക് സർവീസ് തന്നില്ലെങ്കിൽ എനിക്ക് എത്തും എന്നൊരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു വലിയ കോൺഫിഡൻസ് ആണ് മിസ്റ്റർ ആനന്ദ് മഹീന്ദ്ര അനേകം കസ്റ്റമർക്ക്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന എൻ്റർപ്രണർഷിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൽ ആകൃഷ്ടനാവും. അദ്ദേഹം നമുക്ക് ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൂടെ ഒരു വലിയ ഘടകമാണ് ഈ വാഹനം മേടിക്കുന്നവർക്കും ഈ മേടിച്ച എനിക്ക്. വാഹനം ഓടിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബി സേഫ്, ഡ്രൈവ് സേഫ് ആൻഡ് ബി കൺസിഡറേറ്റ്. ഈ കൺസിഡറേറ്റ് എന്ന് പറയുന്നൊരു വാക്ക് അത് പാർക്കിങ്ങിലായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും അപ്പർ ഡിം ചെയ്യുന്നതിലാവാം, എന്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും
നമ്മളെ ഒരു സഹ ഡ്രൈവറെ നമ്മൾ കൺസിഡറേറ്റ് ചെയ്താൽ ഐ തിങ്ക് വിൽ ഓൾ ബി ഹാപ്പി. അപ്പം എല്ലാവരെയും കൺസിഡർ ചെയ്ത് മാത്രം വാഹനമായിട്ട്, അത് എത്ര ലക്ഷറി വണ്ടിയാണെങ്കിലും എത്ര വലിയ എന്താ പറയുക സെക്കൻഡുകളിൽ 100 കിലോമീറ്റർ സ്പീഡിലെത്തുന്ന വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കാരണം ഒരു ജീവനും, അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ, ആർക്കും ഒരു അപകടം പറ്റാതെ ഏറ്റവും ഇതായിട്ട് അതുമാതിരി റോഡിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വി ഷുഡ് കീപ്പ് അവർ പ്രൈഡ് അവേ. വി ഷുഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ വാഹനത്തെ, നമ്മുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുരക്ഷ ശ്രദ്ധിച്ചു. കീപ് ദ പ്രൈഡ് അസൈഡ്. എൻ്റെ വാഹനം എനിക്ക് മുന്നേ പോകണം. പേഷ്യൻസ്. ഇത് ഞാൻ ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേകം പറയുന്നത്. ഞാൻ ദുബായിലൊക്കെ എപ്പോഴും പോകുന്ന സമയം, ഒരു വർഷത്തേക്ക് 3 പ്രാവശ്യമൊക്കെ നമ്മൾ ദുബായിൽ പോകുന്നത്. ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന എത്ര സ്പീഡ് വരുന്ന വണ്ടിയാലും അവർ ആ വളവിലോ അല്ലെങ്കിൽ അടുത്ത ഒരു വണ്ടി എൻട്രി ചെയ്യാൻ വേണ്ടി അവർ നിർത്തി കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു വാഹനം വളയുന്നു എന്ന് കണ്ടാൽ നമ്മൾ സ്പീഡ് കയറ്റി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ നമ്മൾ ഒഴിവാക്കണം. അതേമാതിരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള മര്യാദകളാണ് പഠിപ്പിക്കേണ്ടത് ട്രാഫിക് റൂളിനെക്കാട്ടി കൂടുതൽ. അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്. സോ നൈസ് ഓഫ് യു. താങ്ക് യു. അടുത്ത വലിയൊരു ബ്രാൻഡിൻ്റെ വണ്ടിയുമായിട്ട് കോശിച്ചാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ നല്ല എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, താങ്ക് യു.